നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിഡൻ ലെയറിന് ഇൻപുട്ട് വാല്യൂ കണ്ടുപിടിക്കുന്നോടം വരെയാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഔട്ട്പുട്ട് ലെയറിനകത്തെ ഔട്ട്പുട്ട് യൂണിറ്റുകളാണ്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഈച്ച് യൂണിറ്റ് ഇൻ ദ ഹിഡൻ ആൻഡ് ഔട്ട്പുട്ട് ലെയേഴ്സ് ടേക്സ് ഇറ്റ് നെറ്റ് ഇൻപുട്ട് ആൻഡ് ദെൻ അപ്ലൈസ് ആൻഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ടു ഇറ്റ്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ട് ലെയറിനകത്തെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്ലാസ് ലേബൽസ് ആണ്. അപ്പൊ ആ ക്ലാസ് ലേബൽസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു, പ്രഡിക്ഷൻ ആണെന്ന് പറഞ്ഞു, പ്രോബിലിറ്റി ആണെന്ന് പറഞ്ഞു. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഇൻപുട്ട് ലെയറിനകത്ത് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ്, അതുപോലെ തന്നെ ഓരോ ലിങ്കിനകത്തും വരുന്ന വെയ്റ്റ്സ്, ഇതെല്ലാം കൂടെ, പിന്നെ ബയസ്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഡേറ്റയുടെ അളവ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ടിൽ നിന്നും കിട്ടുന്ന വാല്യൂ ആണല്ലോ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 0യിൽ നിന്നും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടണം, പ്രഡിക്ഷൻ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ കുറച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണയായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ലോജിസ്റ്റിക് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഫംഗ്ഷൻസ് ആണ്. അതിന്റെ ഒരു സിന്റാക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇൻപുട്ട് ലെയറിൽ നിന്നും ഹിഡൻ ലെയറിലോട്ട് വന്നിരിക്കുന്ന ഇൻപുട്ട് വെച്ച് നമുക്ക് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, നമ്മൾ എടുത്തിരിക്കുന്ന ടപ്പിള് ഏത് ക്ലാസ്സിലാണ് വരുന്നത് എന്നുള്ള പ്രഡിക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, യോജ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് ലെയറിനകത്തെ ഔട്ട്പുട്ട് യൂണിറ്റിന് കിട്ടേണ്ട വാല്യൂ ആണ്. 1/1 ഈ എക്സ്പോണന്റിനകത്ത് വാല്യൂ വന്നിരിക്കുന്നത് ഏതാണ്? -ij. ij എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് ആണ് ij എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് തീരുമാനിക്കാം? നമ്മൾ എടുത്തിരിക്കുന്ന ടപ്പിള്, നമ്മൾ എടുത്തിരിക്കുന്ന ഈ OJ എന്ന് പറയുന്ന യൂണിറ്റിനകത്താണോ വരുന്നത് അല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാം. പ്രോബിലിറ്റി കുറവാണെങ്കിൽ ഈ ക്ലാസ്സിനകത്ത് വരാനുള്ള ചാൻസ് കുറവാണ്, പ്രോബിലിറ്റി കൂടുതലാണെങ്കിൽ ഈ ക്ലാസ്സിനകത്ത് വരാനുള്ള ചാൻസ് കൂടുതലായിട്ടുണ്ട്. അപ്പൊ ചാൻസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ചാൻസ് കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നേരെ ഹിഡൻ ലെയറിലോട്ട് തിരിച്ചു പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ക്ലാസ്സിലോട്ട് വരാൻ വേണ്ടിയുള്ള എറർ റേറ്റ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ ആ ഒരു സ്റ്റെപ്പാണ് ഇനി അടുത്തായിട്ട് വരുന്നത്. ബാക്ക് പ്രൊപ്പഗേറ്റ് എറേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല്, നമ്മളിപ്പം പ്രഡിക്ഷൻ നടത്തി, നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന ടപ്പിള് നമ്മൾ OJ എന്ന് പറയുന്ന ക്ലാസ്സിലാണെന്നുള്ള കാര്യം പ്രഡിക്ഷൻ നടത്തി. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ട്രെയിനിങ് സെറ്റിനകത്ത് തന്നെ എന്തുണ്ട്? നമ്മൾ എടുക്കുന്ന ടപ്പിള് ഏത് ക്ലാസ്സിനകത്താണ് വരുന്നത് എന്നുള്ള കാര്യം ട്രെയിനിങ് സെറ്റിനകത്തുണ്ട്. ഇനി നമ്മൾ ആ ട്രെയിനിങ് സെറ്റിനകത്തുള്ള ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ട് വരുന്ന ആ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് ടാർഗറ്റ് ക്ലാസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കമ്പയർ ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? എറർ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ക്ലാസ്സിൽ വരാതിരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന എറർ കാൽക്കുലേറ്റ് ചെയ്യുക. എറർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ കുറേയധികം പ്രോസസ്സുകൾ വരുന്നുണ്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഹിഡൻ ലെയറിനകത്ത് എറർ കണ്ടുപിടിക്കണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ലെയറിനകത്ത് എറർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചേഞ്ച് ചെയ്യണം, ഓരോ ലിങ്കിലെയും വെയിറ്റ് ചേഞ്ച് ചെയ്യണം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബയസ് കണ്ടുപിടിച്ചായിരുന്നു, നഷ്ടപ്പെട്ടു പോകുന്ന ഡേറ്റയുടെ അളവ് കണ്ടുപിടിച്ചായിരുന്നു, ആ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയും കൂടെ വേണം. അങ്ങനെ 4 പ്രോസസ്സുകളാണ് ഈ ബാക്ക് പ്രൊപ്പഗേറ്റ് എറർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹിഡൻ ലെയറിന്റെ എറർ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ കാര്യം ഔട്ട്പുട്ട് ലെയറിന്റെ എറർ കണ്ടുപിടിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹിഡൻ ലെയറിൽ നിന്നുള്ള വെയിറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബയസിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, ദ എറർ ഈസ് പ്രൊപ്പഗേറ്റഡ് ബാക്ക്വേർഡ് ബൈ അപ്ഡേറ്റിംഗ് ദ വെയിറ്റ്സ് ആൻഡ് ബയസസ് ടു റിഫ്ലക്ട് ദ എറർ ഓഫ് ദ നെറ്റ്വർക്ക് പ്രഡിക്ഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹിഡൻ ലെയറിന്റെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടി ഔട്ട്പുട്ട് ലെയറിന്റെ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഔട്ട്പുട്ട് ലെയറിന്റെ എറർ, ഔട്ട്പുട്ട് ലെയറിൽ നമ്മുടെ ടാർഗറ്റ് ക്ലാസ് വരാതിരിക്കാൻ വേണ്ടിയുള്ള ചാൻസ് എന്തോരമാണ്, അതാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ എറർ ഓഫ് ജെ എന്ന് പറയുന്നതാണ് നമ്മുടെ OJ എന്ന് പറയുന്ന ക്ലാസ് TJ ആകാതിരിക്കാൻ വേണ്ടിയുള്ള എറർ എന്ന് പറയുന്നത്. ഇനി OJ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ട് ആണ്. ഇനി TJ എന്ന് പറയുന്നത് എന്താണ്? ടാർഗറ്റ് ക്ലാസ് അല്ലെങ്കിൽ ടാർഗറ്റ് വാല്യൂ. ഒറിജിനലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ടപ്പിള് ഏത് ക്ലാസ്സിലാണോ വരേണ്ടത് ആ ക്ലാസിന്റെ വാല്യൂ ആണ് ഈ TJ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ലെയറിന്റെ എറർ കിട്ടുന്നത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഡൻ ലെയറിന്റെ എറർ കണ്ടുപിടിക്കണം. To compute
the error of a hidden layer unit j, the weighted sum of the errors of the units connected to unit j in the next layer are considered. The error of a hidden layer unit j is, അതായത് hidden layerനകത്തെ എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും ഒ ജെ എന്ന് പറയുന്ന ഏതാണ്, നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഒ ജെ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് തന്നെയാണ് അതിന് ഔട്ട്പുട്ട് ആയിട്ടും പോകുന്നത്. അപ്പൊ ആ ഒ ജെ എന്ന് പറഞ്ഞാൽ ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് തന്നെ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, എർ കെ ഡബ്ല്യു ജെ കെ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ചില നെറ്റ്വർക്കിനകത്ത് ഒന്നിലധികം ഹിഡൻ ലെയേഴ്സ് വരാം. അപ്പം ഒരു ഹിഡൻ ലെയറിന്റെ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ലെയറുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അപ്പൊ ആ ലെയർ ഏതാണോ അതിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേരിയബിൾസ് ഈ എറർ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഹിഡൻ ലെയറിന്റെ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രീവിയസ് ലെയറിനകത്തെ യൂണിറ്റുകളുടെ എററും, അതായത് വെയിറ്റുകളുടെ സമ്മും, അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഹിഡൻ ലെയറിന്റെ എറർ എന്ന് പറയുന്നത്. ഇനി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്നാ പറഞ്ഞത്, വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുക. The weights and biases are updated to reflect the propagated errors. Weights are updated by the following equation where delta wij is the change in weight wij. അതായത് പഴയ വെയിറ്റ് എന്ന് പറഞ്ഞ wij ആയിരുന്നു, അത് ചേഞ്ച് ചെയ്ത് എന്താക്കും, ഡെൽറ്റ ഓഫ് wij ആക്കും. ഇനി ആ ഡെൽറ്റ ഓഫ് wij കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. എൽ ഇൻറ്റു എറർ ജെ ഇൻറ്റു ഒ ജെ, സോറി ഒ ജെ അല്ല ഒ എ. അതായത് ഒ എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതാണ് ഒ എ എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ടിന്റെ എറർ റേറ്റ് ആണ് എറർ ജെ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇനി എൽ എന്ന് പറഞ്ഞാല് ലേണിംഗ് റേറ്റ്, നമ്മുടെ പ്രഡിക്ഷൻ തെറ്റാൻ വേണ്ടി ഉണ്ടായ ആ ഒരു എററിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് റേറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാല് 0.0ക്കും 1.0ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയിരിക്കും കൊടുക്കുന്നതെന്ന് പറഞ്ഞാല്. ഇനി നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന എന്താണ്, നമ്മുടെ പഴയ വെയിറ്റിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. പുതിയതായിട്ട് കിട്ടിയിരിക്കുന്ന വെയിറ്റും പഴയ വെയിറ്റും തമ്മിൽ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വെയിറ്റ് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാ പറഞ്ഞത്, ബയസ് അപ്ഡേറ്റ് ചെയ്യുക. എറർ റേറ്റ് അപ്ഡേറ്റ് ചെയ്തു, അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഡേറ്റയുടെ അളവ് അപ്ഡേറ്റ് ചെയ്യുക. Biases are updated by the following equation where delta theta j is the change in bias theta j. ഇപ്പൊ പഴയ നഷ്ടപ്പെട്ടു പോകുന്ന ബയസ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, തീറ്റ ജെ ആയിരുന്നു. പുതുക്കിയ വാല്യൂ എന്ന് പറഞ്ഞാലോ ഡെൽറ്റ തീറ്റ ജെ എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ലേണിംഗ് റേറ്റിന്റെ കൂടെ നമ്മൾ എററും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് പുതിയ നഷ്ടപ്പെട്ടു പോകുന്ന ഡേറ്റയുടെ അളവ് കണ്ടുപിടിക്കുന്നത്. ഇനി അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓൾറെഡി ഉള്ള വാല്യൂവിന്റെ കൂടെ പുതിയതായിട്ട് കണ്ടുപിടിച്ച ബയസും കൂടെ ആഡ് ചെയ്താണ് പുതിയ വാല്യൂ ആക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ. എപ്പോഴാണ് ഈ അൽഗോരിതം വർക്കിംഗ് നിർത്തേണ്ടത് എന്നുള്ള കാര്യമാണ്. എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് യൂസർ ഒരു ത്രെഷോൾഡ് സ്പെസിഫൈ ചെയ്യാന്ന് വിചാരിക്കുക. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കി, ദ പെർസെന്റേജ് ഓഫ് ടപ്പിൾസ് മിസ്ക്ലാസിഫൈഡ് ഇൻ ദ പ്രീവിയസ് എപ്പോച്ച് ഈസ് ബിലോ സം ത്രെഷോൾഡ്. അതായത് ഓരോ ഐട്രേഷനിലും, എപ്പോച്ച് എന്ന് പറഞ്ഞാൽ ഐട്രേഷൻ ആണ്, ഓരോ ഐട്രേഷനിലും മിസ്ക്ലാസിഫൈ ചെയ്യുന്ന ടപ്പിൾസിന്റെ എണ്ണം എപ്പോഴാണോ യൂസർ സ്പെസിഫൈ ചെയ്യുന്ന ത്രെഷോൾഡിൽ താഴെയാവുന്നത് അപ്പോൾ ഐട്രേഷൻ നിർത്താം. അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണോ നമ്മുടെ വെയിറ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ എടുക്കുന്ന ട്രെയിനിങ് സെറ്റിനകത്തെ എല്ലാ ടപ്പിൾസിന്റെയും വെയിറ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അൽഗോരിതം നിർത്താം. അല്ലെങ്കിൽ യൂസർ പറയുന്ന സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഐട്രേഷൻസ് വരുമ്പോൾ അൽഗോരിതം നിർത്താം. അങ്ങനെ 3 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നെങ്കിൽ യൂസർ സ്പെസിഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് ഐട്രേഷൻസ് ആയിട്ടുണ്ടെങ്കിൽ അൽഗോരിതം നിർത്തുക, അല്ലെങ്കിൽ യൂസർ സ്പെസിഫൈ ചെയ്യുന്ന നമ്പർ ഓഫ് ത്രെഷോൾഡ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരെ മിസ്ക്ലാസിഫൈ ചെയ്യാം എങ്കിലാണ് ആ അൽഗോരിതത്തിന്റെ ആക്യുറസിയെ ബാധിക്കുന്നത്. ഇപ്പൊ 10 എണ്ണം ക്ലാസിഫൈ ചെയ്യുന്നതിനകത്ത് 2 എണ്ണം മാത്രം തെറ്റിപ്പോയെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് യൂസർ ത്രെഷോൾഡ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ, ആ 2ൽ താഴെയാണ് മിസ്ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ എണ്ണമെങ്കിൽ അത് അവിടെ നിർത്താം, അൽഗോരിതത്തിന്റെ വർക്കിംഗ് നിർത്താം. ഇനി അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന ടപ്പിളിന്റെ ഓരോ വെയിറ്റ് വാല്യൂവും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ ടപ്പിൾസിന്റെയും വെയിറ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അൽഗോരിതത്തിന്റെ വർക്കിംഗ് അവിടെ നിർത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ അൽഗോരിതത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മോഡ് ഡി ഇൻറ്റു ഡബ്ല്യു, ഡബ്ല്യു എന്ന് പറയുന്നത് വെയിറ്റും മോഡ് ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ഡേറ്റാ സെറ്റിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സും ആണ്.
ഇത്രയാണ് ഈ അൽഗോരിതത്തിന്റെ വർക്കിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, 4 സ്റ്റെപ്പുകൾ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഈ പിക്ചറിനകത്ത് സമ്മറൈസ് ചെയ്ത് തന്നിരിക്കുന്നത് നമ്മുടെ അൽഗോരിതത്തിന്റെ വർക്കിംഗ് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് യൂണിറ്റ്സ് യൂസർ ഇൻപുട്ട് കൊടുക്കുന്നു, അവിടെ നിന്നുള്ള വെയിറ്റുകളും കൂടെ കൂട്ടി സമ്മ് ചെയ്ത് ആ സമ്മിന്റെ കൂടെ നമ്മൾ ബയസും കൂടെ കണ്ടുപിടിച്ച് നമ്മുടെ ഹിഡൻ ലെയറിനകത്ത് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഹിഡൻ ലെയറിന്റെ ഇൻപുട്ട് തന്നെയാണ് ഹിഡൻ ലെയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇനി ആ ഹിഡൻ ലെയറിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് എവിടെ വരുന്നത്, നമ്മുടെ ഔട്ട്പുട്ട് ലെയറിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പ്രഡിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തും കൂടെ യൂസ് ചെയ്യുന്നു, ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രഡിക്ഷനും കൂടെ കണ്ടുപിടിക്കുന്നു. ആ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ കൊടുക്കുന്ന ടപ്പിള് ഏത് ക്ലാസ്സിലാണോ വരുന്നത് ആ ക്ലാസ് ആയിരിക്കണം നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ 21 സ്റ്റെപ്പുള്ള അൽഗോരിതത്തിന്റെ വർക്കിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഓരോ സ്റ്റെപ്പും സെന്റൻസ് കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ആ 4 സ്റ്റെപ്പായിട്ട് ചുരുക്കി പഠിച്ചത്. ഇത്രയാണ് ബാക്ക് പ്രൊപ്പഗേഷനകത്ത് വരുന്ന കാര്യങ്ങൾ.